ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഈസി ക്രാഫ്റ്റ്സ്. ഇത് ആക്ച്വലി ഒരു ക്രാഫ്റ്റ് സപ്ലൈ ഷോപ്പിംഗ് വീഡിയോ ആണ്. എൻ്റെ കുറേ ക്രാഫ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തീർന്നത് കൊണ്ട് തന്നെ അതൊന്ന് റീഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടു. അപ്പം ഞാൻ കരുതി അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കൊതിപ്പിക്കുക എന്നുള്ളത്. ഞങ്ങൾ ആദ്യം പോയത് ബുക്സിൻ്റെ സെഷനിലേക്കായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോഴായിരുന്നു നല്ല വെറൈറ്റി ഓഫ് സ്ക്വീഷി ബുക്സ് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് കളേഴ്സുള്ള ക്യൂട്ടായിട്ടുള്ള ബുക്സിൻ്റെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമായിട്ട് നമ്മൾ കണ്ടത് കുറേ ഫറി ബുക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്നും എടുത്ത് ഇതിൽ ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഭംഗി തോന്നിയ ഒന്ന് രണ്ടെണ്ണം മാത്രം കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് കേട്ടോ. അതിനുശേഷമായിട്ട് ഇതുപോലെ സീക്വൻസ് ഉള്ള ഈ ഫ്ലോട്ടിംഗ് സീക്വൻസ് ഒക്കെ ഉള്ള ബുക്സ് കണ്ടു. ഇത് ആക്ച്വലി ഒരു DIY ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ വെരി സൂൺ നമുക്കൊരു DIY ഈ ബുക്സിൻ്റെ ഇടാം. പിന്നെ അടുത്തത് പോയത് ഇതുപോലെ ചെറിയ ചെറിയ ആക്സസറീസിൻ്റെ സ്ഥലത്താണ്. കുറേ ബീഡ്സ് ഉണ്ടായിരുന്നു, സ്വീക്വൻസസ് ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡിഫറെൻറ്റ് ക്രാഫ്റ്റിന് ആവശ്യമുള്ളതായിട്ടുള്ള കളർഫുൾ സ്റ്റോൺസ് ഉണ്ടായിരുന്നു. വുഡൻ റിങ്സ്, ബാംബൂ സ്റ്റിക്സ്, അതേപോലെ മറ്റു ചില സാധനങ്ങൾ, അതായത് ജൂട്ടിൻ്റെ ത്രെഡ്, ക്രിസ്റ്റൽ സ്റ്റോൺസ്, പല വെറൈറ്റീസിലും കളേഴ്സിലും ആയിട്ടുള്ള ഇതുപോലെ സീക്വൻസസും ഈ കളേർഡ് പേപ്പേഴ്സും. എനിക്ക് അതിൻ്റെ ഒന്നും ആക്ച്വൽ പേരുകൾ തന്നെ അറിയില്ല. പക്ഷെ ഇത് വളരെ ബ്യൂട്ടിഫുള്ളും കുറച്ചധികം തന്നെ വെറൈറ്റീസും നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് നമ്മൾ ഈ ജെം സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന മാതിരി ക്രിസ്റ്റൽ പോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസിൻ്റെയൊക്കെ വെറൈറ്റീസ് കണ്ടു. കാണുമ്പോൾ എല്ലാം മേടിക്കണം എന്ന് തോന്നും. പക്ഷേ ഇത് മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊന്നും അറിയാത്തത് കൊണ്ട് അതൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ കുറേ വുഡൻ ചെറിയ ചെറിയ ആക്സസറീസ് കണ്ടു. ഇതുപോലെ റിങ്ങും ഫ്ലവേഴ്സും. ഇതെല്ലാം ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ കണ്ട് ആസ്വദിച്ചു എന്നല്ലാതെ മേടിക്കാൻ മെനക്കെട്ടില്ല. കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസും അതിൻ്റേതായ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് ഈ പറയുന്ന മാതിരി ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് കണ്ട് ആസ്വദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് അപ്പോഴത്തേനും ഒരാൾ നമ്മുടെ ബീഡ്സ് കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് മേക്കിംഗ് കിറ്റുമായിട്ട് വന്നു. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് വുഡിൻ്റെ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിനുള്ള കിറ്റായിരുന്നു. ആൻഡ് ബാക്കി ഫെദേഴ്സ്, എന്താ പറയേണ്ടത്, യു നെയിം എ തിങ് അവിടെ ഉണ്ടായിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുള്ളൊരു സ്ഥലമായിരുന്നു ഞാൻ പോയത്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്ക് ആവശ്യമില്ലാത്തതായതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ചെണ്ണം മാത്രം മേടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ വാഷി ടേപ്സ് അവിടെ എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് അത് ഫുള്ള് ഗ്ലിറ്ററി വാഷി ടേപ്സ് ആയിരുന്നു. ഇത് എംബ്രോയിഡറി സെറ്റാണ്. അതിന് ശേഷമായിട്ട് കുറച്ച് ക്യൂട്ട് ഡസ്റ്റ്ബിൻസാണ് നമ്മൾ കണ്ടില്ലേ. നമ്മുടെ ഡെസ്ക് ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന മാതിരത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പേസ്റ്റൽ കളേഴ്സിൻ്റെ ഡസ്റ്റ്ബിൻസ് കണ്ടു. പിന്നെ ഇതൊക്കെ അഡ്ഹസീവ് ടേപ്സും കറക്ഷൻ ടേപ്സും അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. ഇതിലൊന്ന് രണ്ടെണ്ണം ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് എന്താ പറയുക, ഹൈലൈറ്റേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നോട്ട് പാഡ്സ് ആയിരുന്നു. അതും നല്ല ക്യൂട്ട് ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള നോട്ട് പാഡ്സ്. അഗെയിൻ ഇതൊരു സ്ക്വീഷി ആയിരുന്നു. ഇത് സ്ക്വീസ് ചെയ്ത് കളിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്വീഷീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗിഫ്റ്റ് ബോക്സസ്, നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ചെയ്യാൻ വളരെയധികം ആവശ്യമുള്ള ഗിഫ്റ്റ് ബോക്സസ്. അതിൻ്റെ വെറൈറ്റീസാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞ കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ മോഡലിൽ വെറൈറ്റി ഓഫ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യാൻ പറ്റുന്ന ബോക്സസ് നമ്മളവിടെ കണ്ടു. ഇനി എന്തെങ്കിലും ഭാവിയിൽ എനിക്ക് ഓർഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് റിബൺസ്, അതിൻ്റെ ഒരു ബിഗ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മൊത്തം റിബൺസ് ആയിരുന്നു. എനിക്കാകെ ഒന്ന് രണ്ട് വെറൈറ്റിയാണ് ഷെയ്ഡ്സ് ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ ഐ കുഡ് സീ ഭയങ്കര വെറൈറ്റി ഓഫ് റിബൺസ് അവിടെ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് പോയതിനെ ബ്രീഫ് ചെയ്ത് കാണിക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏതൊരു സാധനം എടുത്താലും എൻ്റെ പിന്നാലെ നടന്ന് ഇത് വേണം അത് വേണം എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു. അതാണ് ഈ ആൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് വളരെ വാല്യുബിൾ ആണ്.